ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് നമുക്കൊന്ന് പരിപ്പ് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ പായസപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചോക്കനെ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പരിപ്പിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കറുത്ത് പോവും, അതുപോലെ ശരിക്കും വറുത്ത് വരില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. ഇതിന് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂട്ടാം, അതല്ല ഇതിന് കുറവ് മതി എന്നുണ്ടെങ്കിൽ ശർക്കര കുറയ്ക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയതിന് ശേഷം വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പിടിക്കും പരിപ്പ് വറുത്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നന്നായി വറുത്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നന്നായി കഴുകിയെടുത്താൽ മതി. 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിക്കുക. 3 വിസിലടിക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില കുക്കറിനനുസരിച്ചിട്ട് പരിപ്പിൻ്റെ വേവിന് വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ പരിപ്പ് വെന്തിട്ടുണ്ടാവണം. കാരണം ഇതിലിനി ശർക്കര നീര് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് തിളപ്പിച്ചാലും പരിപ്പിന് വേവില്ല. ഇപ്പോൾ വെന്തിട്ടുള്ള വേവ് തന്നെ ഉണ്ടാവുള്ളൂ പരിപ്പിന്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതായത് കുറച്ച് പരിപ്പ് നമുക്ക് കടിക്കാൻ കിട്ടണം, എന്നാൽ കുറച്ച് പരിപ്പ് കുറച്ച് കട്ടിക്കായിട്ട് ഉടഞ്ഞു പോകണം. പായസത്തിന് ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഒന്ന് ഉടയണം. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ട് മിക്സർ ജാറിലിട്ട് അരച്ചിട്ട് ഇട്ടാലും മതി. പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന രീതിയിൽ പരിപ്പ് വെന്തിട്ടുണ്ടാവണം. ഇപ്പോൾ ഇവിടെ ഒരു വിധമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് പരിപ്പൊക്കെ കടിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര നീരൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ശർക്കര നീരും പരിപ്പും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് കുറുകി വറ്റി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ നേരം കൊണ്ട് ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്കൊരു 6-7 ഏലക്കയുടെ ഉള്ളിലുള്ള കുരു മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 നുള്ള് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ചുക്ക് വേണം. അതൊന്ന് കുത്തി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും മിക്സിയുടെ ജാറിന് പൊടിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് വറ്റി കുറുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുറുകി വരും. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ ഒരു മണം നന്നായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ കുറുകിയിട്ടുണ്ടാവണം. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 നാളികേരമാണ് എടുത്തത്. വലിയ നാളികേരം ആയതുകൊണ്ട് 1.5 നാളികേരം എടുത്തുള്ളൂ. ഒരു മീഡിയം സൈസൊക്കെ നാളികേരമാണെന്നുണ്ടെങ്കിൽ 2 നാളികേരം മുഴുവനായിട്ട് ചെരുകിയെടുക്കുക. അതിൽ നിന്ന് ഞാൻ 5 കപ്പ് 2ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 1ാം പാല് പിന്നെ നമ്മൾ ഇപ്പോഴെല്ലാം ഒഴിക്കുക, ലാസ്റ്റാണ് ഒഴിക്കുക. അപ്പോൾ 1 കപ്പ് 1ാം പാല് എടുത്ത് വെച്ചിട്ട് പിന്നെ ഉള്ള നാളികേരത്തിൽ വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് 5 കപ്പ് 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്തൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വറ്റി കുറുകി വരും. പിന്നെ നമ്മൾ നേരത്തെ ശർക്കരയും പരിപ്പും കൂടി കുറുകി വന്നാൽ അത്രയും കട്ടിയിൽ കുറുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പായസം ഇരുന്നൊന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് 1ാം പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പായസം തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. 1ാം പാല് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കാം.
പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പായസത്തിൻ്റെ ആ മധുരം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ലൂസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പായസം കുറച്ച് നേരം ഇരുന്ന് തണുത്ത് വരുമ്പോൾ ശരിക്കും നല്ല പാകത്തിനുള്ള കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇതിനും നമ്മൾ വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര കട്ടിയായി പോകും പായസം. അപ്പോൾ ഈ ഒരു ലൂസിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇരുന്നിട്ട് കറക്റ്റ് സെറ്റായിട്ട് വരും. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെഞ്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരുന്നതോട് കൂടി തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിത് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പായസത്തിൽ നാളികേരക്കൊത്ത് ഇടുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ നാളികേരക്കൊത്തും വറുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്പ് പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.